നിങ്ങൾക്ക് കാലങ്ങളായിട്ട് മുടി കൊഴിച്ചിലുണ്ട് എങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന പ്രോഡക്ട്സുകളും പല മെഡിസിൻസുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മുടി കൊഴിച്ചിൽ മാറുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടത്, ബ്ലഡിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വൈറ്റമിൻ ഡിയുടെ അളവ് ഒരളവിൽ കുറയുമ്പോൾ, നോർമലിനെക്കാളും ക്രമാതീതമായിട്ട് കുറയുമ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ CBC വിത്ത് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക, അതായത് വിളർച്ച, അനീമിയ, ഇത്തരം കണ്ടീഷൻസിലൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, തൈറോയ്ഡ് ഹോർമോൺസിൽ വ്യതിയാനങ്ങൾ വരുമ്പോഴും നമുക്ക് മുടി കൊഴിച്ചിലായിട്ട് അത് അനുഭവപ്പെടാം. പിന്നെ ബ്ലഡിൽ ഫെറിറ്റിൻ ലെവൽ നോക്കാം. ഫെറിറ്റിൻ ലെവൽ നോക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള അയൺ ലോഡ്, ഇരുമ്പ് സത്തിന്റെ അളവാണ് നോക്കുന്നത്. അതായത് ഈ പറഞ്ഞ വിളർച്ച പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവുമ്പോൾ ഫെറിറ്റിൻ ലെവൽ കുറയും. അത് അങ്ങനെ വരുമ്പോഴും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കോമൺ ആയിട്ട് ഇത്തരം ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഹോർമോൺ ടെസ്റ്റുകൾ, അതായത് ആണുങ്ങളിലാണെങ്കിൽ മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവിൽ വ്യതിയാനങ്ങൾ വരുമ്പോഴും മുടി കൊഴിച്ചിൽ ഉണ്ടാവാം. അതുപോലെ പെണ്ണുങ്ങളിൽ ഫീമെയിൽ ഹോർമോൺസായ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഈ ഹോർമോൺസിന്റെ അളവുകളിലുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ തന്നെ മുടി കൊഴിച്ചിലായിട്ട് കാണപ്പെടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും തന്നെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ, ഈ ഹോർമോണിലുള്ള വ്യതിയാനങ്ങൾ വരുമ്പോഴും മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്ന വ്യക്തി സാധാരണയായിട്ട് നമ്മൾ ചെയ്യുക മാർക്കറ്റുകൾ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആവുന്ന പല ഓയിലുകളും പല പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾ അതിന് പരിഹാരമാകാൻ കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറുന്നില്ല എങ്കിൽ അതിന്റെ റൂട്ട് കോസ് ഈ പറയുന്ന എന്തെങ്കിലും കാരണങ്ങളാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്താണ് ഈ മുടി കൊഴിച്ചിൽ റൂട്ട് കോസ് എന്ന് കണ്ടുപിടിച്ച് ആ റൂട്ട് കോസ് ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് മുടി കൊഴിച്ചിൽ മാറുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ കാരണം കണ്ടുപിടിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഒരു പരിഹാര മാർഗം.